നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, നമ്മളുമായി നല്ല സൗഹൃദമുള്ള രണ്ട് രാജ്യങ്ങളിൽ രണ്ട് തരത്തിലുള്ള കലാപങ്ങൾ നടക്കുന്നു. അതെ, ഒന്ന് ബ്രിട്ടൻ, മറ്റൊന്ന് ബംഗ്ലാദേശ്. തീർച്ചയായും ഇത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം ബംഗ്ലാദേശിൽ മലയാളികളില്ല, പക്ഷെ ബംഗ്ലാദേശിലെ വിഷയം മലയാളികൾക്ക് താല്പര്യമുള്ള വിഷയം. നമ്മുടെ രജീഷ് പറയുന്നുണ്ട് ചില മലയാളികൾ അവിടെ ബിസിനസ് അതെല്ലായിടത്തും. ബംഗ്ലാദേശിൽ അതിന്റെ കാരണം എന്താണെന്നറിയോ? ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന അത് ടെക്സ്റ്റൈൽസ് ബിസിനസ്സാണ്. ടെക്സ്റ്റൈൽസ് അവരുടെ കയറ്റുമതിയുടെ 80% ടെക്സ്റ്റൈൽസാണ്. അപ്പോൾ ടെക്സ്റ്റൈൽസ് ടെക്നോളജി നമുക്കുണ്ട്, അവിടെ ചീപ്പ് ലേബർ ഉണ്ട്. നമ്മുടെ ഇവിടത്തെക്കാൾ നമ്മൾ ബംഗാളികൾ എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്ന ബംഗ്ലാദേശികളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ദിവസം പണിയെടുത്താൽ കൊടുക്കുന്ന 250 രൂപ അവർക്ക് വലിയ സാലറിയാണ്. അപ്പൊ അവരുടെ നാട്ടിൽ പോയാൽ 100 രൂപ കൊടുത്താൽ മതിയായിരിക്കും, കൊടുക്കണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ ചീപ്പ് ലേബർ ഉണ്ട്, നമ്മൾ ഇവിടുന്ന് നല്ല മെറ്റീരിയൽസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അമേരിക്കയിലെ ഇവിടെ നമ്മുടെ കിറ്റെക്സ് സാബു ഇല്ലേ, കിറ്റെക്സ് സാബു എൻ്റെ കമ്പനിയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ വാൾമാർട്ടിന്റെ ഈ കുട്ടികളുടെ വസ്ത്രം അടക്കമുള്ള അവിടെ 3-4 വാൾമാർട്ട് പോലെ 3-4 കമ്പനികളിൽ കുട്ടികളുടെ വസ്ത്രം കൊടുക്കുന്നത് സാബുവിൻ്റെ കമ്പനിയാണ്. അതുപോലെ ഈ പറയുന്ന ലോകത്തെ പല ബ്രാൻഡുകളിലേക്കും ചീപ്പായിട്ടുള്ള ബ്രാൻഡുകൾ സൃഷ്ടിച്ച് അയച്ചു കൊടുക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. അത് അവർക്ക് അതിനുള്ള പ്രത്യേക ഗേറ്റ് വേ ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആളുകളും അവിടെ കാണും. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ തൃശ്ശൂരിലുള്ള ഈ ബോബി ചെമ്മണ്ണൂർ കേസ് അന്വേഷിച്ച് പോകുമ്പോൾ എന്നെ ഞെട്ടിച്ചത് ഇതൊന്നുമല്ല, ബോബി ചെമ്മണ്ണൂരല്ല, ഈ തൃശ്ശൂരിലുള്ള എന്താ വടക്കേൽ തെക്കേൽ എന്നൊക്കെ പറഞ്ഞ ചില സ്വർണ്ണക്കടകളുണ്ട്. അവന്മാരാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ കമ്പനികളെക്കാൾ വലിയ സമ്പന്നർ. ആർക്കും അറിയത്തില്ല. അവരാണ് സ്വർണ്ണം ഉണ്ടാക്കുന്നവർ. അവരിൽ നിന്നാണ് ഇവിടുത്തെ ഭീമയാണെങ്കിലും ശരി, മലബാർ ആണെങ്കിലും ശരി, മറ്റെന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആരാണെങ്കിലും സ്വർണം മേടിക്കുന്നില്ല. ബോബി മേടിക്കുന്നില്ല, ബോബിക്ക് കൊടുക്കുന്നത്. കാരണം അവർക്ക് വിശ്വാസം ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ വടക്കേലും തെക്കേലും ഒക്കെ കയറുവാണെങ്കിൽ അതീവ സുരക്ഷയാണ്. AK-47 സാധനമാണ്. ഇതിലേക്ക് കയറുവാണെങ്കിൽ 3-4 ഘട്ടം കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോണ്ടല്ലോ, നമ്മൾ കയറുമ്പോൾ തല ഇങ്ങനെ കുനിഞ്ഞ് കയറുവാണെങ്കിൽ ഇവിടെ എല്ലാം വലിയ വെച്ചിരിക്കുന്നു, അവിടെ എല്ലാം സ്വർണ്ണം ഉരുക്കാനിട്ടിരിക്കുന്നു. അങ്ങനെ കിടക്കുമെന്നാ പറഞ്ഞത്, സ്വർണ്ണമാണെന്നാ പറഞ്ഞത് ഇത്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പേര് എല്ലായിടത്തും കാണും. അപ്പം ബംഗ്ലാദേശിന്റെ പ്രത്യേകത അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്ക് വലിയ സ്വാധീനമുള്ള ഒരു രാജ്യമാണ്. അതെ. അപ്പൊ ഈ ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ ഭയങ്കര ഒരു ഹോട്ട് സബ്ജക്റ്റ് ആണല്ലോ. അതെ അതെ അതെ, നമ്മുടെ പ്രധാന ചർച്ച വിഷയമാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തിന് ഫലസ്തീൻ രാഷ്ട്രീയം പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് നമുക്കുണ്ട്. തീർച്ചയായും. ബ്രിട്ടൻ ഓഫ് കോഴ്സ് മലയാളിയുടെ പുതിയ തലമുറ ഒരുമാതിരിപ്പെട്ട അവിടെയാണ്. സത്യത്തിൽ നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രിട്ടനിലുള്ള എൻ്റെ പഴയ സഹപ്രവർത്തകനായിരുന്ന അനൂപിനെ പെട്ടെന്ന് വിളിച്ച് ചോദിച്ചു, ഈ മലയാളികൾ പോലും ഭീഷണി നേരിടുന്നു ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ പുള്ളി പറഞ്ഞത് നിലവിൽ താമസിക്കുന്ന സ്ഥലത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവർ വളരെ കരുതലെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ഇന്ത്യക്കാരനാണെന്ന് സംസാരിക്കുക ഒന്നും ചെയ്യാതെ അവരെ കാര്യം നോക്കി സ്വസ്ഥമായി ജീവിച്ചു. അതായത് രാജ്മോഹൻ, ഇതിൻ്റെ അതൊരു ഗൗരവമൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, വെള്ളക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ പാകിസ്ഥാനിയാണോ ഇന്ത്യക്കാരനാണോ ബംഗ്ലാദേശ് ശ്രീലങ്കക്കാരനോ ഒന്നുമില്ല. പുള്ളി അതിനാണ് പറഞ്ഞത്. അവരെല്ലാം പാക്കികൾ എന്നാ പറയുന്നത്. എല്ലാം പാക്കികളാണ്. അങ്ങനെ ഉപയോഗിക്കുന്നത് പാക്കികൾ എന്നാണ് പറയുന്നത്. മലയാളി മലബാറികളെന്ന് മറ്റേ പാക്കികൾ എന്നാണ് പറയുന്നത്. അതായത് ആ പാക്കികൾ എന്ന് പറയുന്നത് അവിടെ നീഗ്രോ എന്ന് പറയുന്ന പോലെ നിരോധിക്കപ്പെട്ട റേസിസ്റ്റ് വാക്കാണ്. പക്ഷേ റേസിസ്റ്റുകൾ അങ്ങനെ ഉപയോഗിക്കുന്നു. തീർച്ചയായും പാക്കികൾ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ നാണക്കേടല്ല. നീഗ്രോകൾ എന്ന് കറുത്തവർഗക്കാരെ കുറിച്ച് പറയുന്ന പോലെ പാക്കുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു സംഘടന ഉണ്ടല്ലോ അവർക്ക് അവിടെ ഇത്തരം ഭയങ്കര കടുത്ത നിലപാടുകളുള്ള. അതായത് EDL, ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. ടോമി റോബിൻസൺ എന്ന് പറയുന്ന ഒരുത്തനാണ്. ഇവര് മറ്റേ സ്കിൻ ഹെഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവന്മാർ ഒട്ടുമിക്കവരും തല കഷടിയായിരിക്കും. ഇവന്മാർക്കെല്ലാം ശരീരത്തിൽ ഈ പച്ച കുത്തിയിരിക്കും മൊത്തം. പച്ച എല്ലാവരും കുത്തുമെങ്കിലും ഇവരുടെ കൈ മുഴുവൻ പച്ച കുത്തിയിരിക്കും. നാസികളുടെ വേറൊരു പതിപ്പ്. നിയോ നാസികളാണ് ഈ സ്കിൻ ഹെഡ്സ്. ഈ യൂറോപ്പിൽ എല്ലായിടത്തും നിയോ നാസികളുണ്ട്. അതിൽ ഇവിടെ ഈ ടോമി റോബിൻസ് ഇയാൾ പലതവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. പലതവണ അടിയുണ്ടാക്കിയതിനും വഴക്കുണ്ടാക്കിയതിനും. പക്ഷേ എന്നാൽ പോലും ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഇയാൾ വീണ്ടും ചെയ്യും. ജയിലിൽ ഹൈക്കോടതിയുടെ മുമ്പ് വെച്ച് ഇയാൾ ജയിലിലേക്ക് കയറുന്ന മുദ്രാവാക്യം വിളിച്ചിട്ടാണ് പോകുന്നത്. EDL. അപ്പം ഈ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് തീവ്രമായ സംഘടന. പിന്നെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി അട്ടിമറിച്ചൊരു പാർട്ടിയുണ്ട്, റിഫോംസ് UK എന്ന് പറഞ്ഞു. ഈ റിഫോം UKയുടെ
നേതാവ് നൈജൽ ഫറാജ് എന്ന് പറയുന്ന നേതാവ്, നമ്മൾ അന്ന് ചർച്ച ചെയ്യുന്ന ഇയാൾ ട്രംപിൻ്റെ അടുത്ത സുഹൃത്താണ്. അതെ. ഇയാൾ യുകിപ്പ് എന്ന് പറഞ്ഞൊരു പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിരുന്നു, UK ഇൻഡിപെൻഡൻസ് പാർട്ടി. ഈ യുകിപ്പിൻ്റെ ലക്ഷ്യം ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പേ തുടങ്ങിയതാണ്. യുകിപ്പാണ് ഈ ബ്രെക്സിറ്റ് ക്യാമ്പയിൻ നയിച്ചത്. അപ്പോൾ യുകിപ്പിൻ്റെ സ്വാധീനത്തെ പറഞ്ഞാൽ അന്ന് അവർ യൂറോപ്യൻ യൂണിയൻ ഇലക്ഷൻ നടന്നിട്ട് ഈ ഇവിടുന്ന് മുഴുവൻ പേരും പോയത് അവിടെ യൂറോപ്യനിലേക്ക് വരുന്ന യുകിപ്പായിരുന്നു. പിന്നീട് അയാൾ പിരിച്ചു വിട്ടു. അയാളൊരു കോളമിസ്റ്റാണ്, ഡെയിലി എക്സ്പ്രസ്സിലെ കോളമിസ്റ്റാണ്, അതുപോലെ TV-യിലെ അവതാരകനാണ്. അങ്ങനെ ഒരു വലിയ ഒരു സെലിബ്രിറ്റി കക്ഷിയാണ് നൈജൽ ഫറാജ്. അയാൾ ഇത്തവണ ഇലക്ഷന് തൊട്ടു മുമ്പ് പാർട്ടി ഉണ്ടാക്കി. വാസ്തവത്തിൽ ഈ നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തിയതുപോലെ ഇയാളെ പിടിച്ചിട്ടാണ്. എന്നിട്ടും ഇയാൾ ലക്ഷക്കണക്കിന് വോട്ട് എല്ലായിടത്തും തന്നെ അയാൾ പിടിച്ചെടുത്തു. അതായത് ഒരു പലയിടങ്ങളിലും കൺസർവേറ്റീവ് പിറയിലായിപ്പോയി, നിർണായകമായതും ഇയാളുടെ വോട്ട് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇയാളും ഇതിലെഴുതിയിൽ തന്നെ ഒഴിച്ചു. നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് തീർച്ചയായും ബ്രിട്ടനിലെ തന്നെയാണ്. അപ്പോൾ മലയാളി നിങ്ങൾ അതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് പറഞ്ഞു, അതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഈ 3 പിഞ്ച് കുഞ്ഞുങ്ങൾ കുത്തേറ്റ് മരിച്ചു. ഒപ്പം 7 കുട്ടികൾ ഹോസ്പിറ്റലാണ് ഇപ്പോഴും ഗുരുതരമായിട്ട്. അപ്പോൾ ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഈ കുത്തിയ ആളുകളെ പിടികൂടുന്നതിൽ 17-കാരനായിരുന്നു. ഇയാൾ മുസ്ലിമാണെന്ന്, ഇയാളൊരു കുടിയേറ്റക്കാരനാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കക്ഷികളെല്ലാം കൂടെ അവിടെ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത്. അവസാനം സർക്കാരിന് നിവൃത്തികെട്ട് ഈ 18 വയസ്സിന് താഴെയുള്ള കുറ്റവാളികളുടെ പേര് വെളിപ്പെടുത്തുന്നതിന് പോലും കോടതിയുടെ അനുമതി വാങ്ങി ഇയാളുടെ പേര് വെളിപ്പെടുത്തി ഇയാൾ മുസ്ലിം അല്ല, ഇയാൾ റുവാണ്ടൻ വംശജരായ മാതാപിതാക്കളുടെ മകനാണെന്നൊക്കെ അറിയിച്ചിട്ടും അപ്പോൾ നമ്മളെല്ലാം അന്ന് കരുതി നമ്മൾ വാർത്ത കൊടുത്തൊക്കെ ഇനിയിപ്പോൾ ഒന്ന് കുറയുമെന്നാണ് പ്രശ്നം. പക്ഷേ അത് ഒന്നിനൊന്ന് കൂടുന്നതേ ഉള്ളൂ. അതിൻ്റെ കാര്യം ഇപ്പോഴും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 2-3 വീഡിയോ ചെയ്തു. ഈ വീഡിയോയുടെ അടിയിലെ കമൻറ്റുകളിൽ ചിലർ പറഞ്ഞു നീയും ഈ നുണ പറയുവാണോ, അങ്ങനെയല്ല, അവൻ്റെ പേര് അലി എന്നാണ്, അവർ പറയുന്ന 18 വയസ്സായതാണ്, മനഃപൂർവ്വം ഈ ഒരു വിശ്വാസം അവിടെ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വ്യാപകമായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ബ്രിട്ടനിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളായതുകൊണ്ടാണ്. അപ്പോൾ ഈ ബ്രിട്ടനിലെ അല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ എല്ലാം ഒരു വലിയ വിഷയമാണ് കുടിയേറ്റം. അവർക്ക് കുടിയേറ്റക്കാരില്ലാതെ മുമ്പോട്ട് പറ്റത്തില്ല. കാരണം അവർക്ക് ചീപ്പ് ലേബർ ഇല്ല. ഞാൻ പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത, ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യയാണ്. അതെ. ഇത് നമ്മുടെ തലയിൽ മറ്റേ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മുടെ തലയിൽ ഇവർ തെറ്റായ ഒരു സങ്കല്പം കൊണ്ടുവച്ചു, ജനസംഖ്യ കുറയ്ക്കണം. സത്യത്തിൽ ഈ യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഒരു ഗൂഢാലോചനയായിരുന്നു അത്. അവർക്ക് ജനസംഖ്യ ഇല്ല, അവർക്ക് ജനസംഖ്യ കൂടത്തില്ല. അപ്പോൾ അവർക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ലേബർ കോസ്റ്റാണ്. അപ്പം നമുക്കും ചൈനയ്ക്കും ജനസംഖ്യ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചീപ്പ് ലേബർ കിട്ടും. ട്രെയിൻ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പം ലോങ് ടേമിൽ ഇവരുടെ മേധാവിത്വം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പണ്ട് നടത്തിയ ഗൂഢാലോചനയുടെ ഇരകളാണ് ഈ കുടുംബാസൂത്രണം. സത്യം പറഞ്ഞാൽ ജനിക്കേണ്ട ഒരുപാട് പേര് ജനിക്കാതെ പോയി. അതെ, മഹാന്മാർ, ഒരുപാട് മഹാന്മാർ. ഇത് ഏറ്റവും ആദ്യം നമ്മളാണ് പുരോഗമനം പറഞ്ഞ് പിടിച്ചത്. കേരളകാലത്ത് അതൊക്കെ തെറ്റായിരുന്നു. ഇപ്പോ ഇത് എന്തേലും വന്ധീകരിച്ചിട്ടും നമ്മുടെ ജനസംഖ്യ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തൊഴിലവസരം കിട്ടുകയാണെങ്കിൽ ഈ വരുന്നവർക്കെല്ലാം തൊഴിൽ കിട്ടും, നല്ല ട്രെയിൻഡ് ആവും, ലോകം മുഴുവൻ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതെ. അപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നം അവർക്ക് ലേബർ ഇല്ല. അതെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ രാജ്യത്തു നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ കൊണ്ടുവരണം. അപ്പം ഇവർ യൂറോപ്പിലെ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഈസ്റ്റേൺ യൂറോപ്പിൽ ബ്രെക്സിറ്റ് വരണം, ബ്രിട്ടനിലേക്ക് നടക്കാതെ. പക്ഷേ മാത്രമല്ല ആ രാജ്യങ്ങളെല്ലാം വളരുവാണ്. അതാണ് എൻ്റെ യൂറോപ്യൻ യൂണിയൻ്റെ സാമ്പത്തിക. മാത്രമല്ല എനിക്ക് തോന്നുന്നു പല ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളും പണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലായിരുന്നു, അതിൽ നിന്ന് മാറി ഇപ്പം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. എല്ലാം എല്ലാം അതായത് 80, 90, 90-കളിൽ കമ്മ്യൂണിസം വിട്ടു. ഈ ഒരു 20-30 വർഷം കൊണ്ട് അവരെല്ലാം ഒരുപാട് വളർന്നു. അപ്പോൾ പതിയെ അവരുടെ ലേബർ ഫോഴ്സ് കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പോർച്ചുഗൽ, ഈസ്റ്റേൺ യൂറോപ്യൻ അല്ലേ പോലും, പോർച്ചുഗൽ ഒട്ടും സമ്പന്നമായിരുന്നില്ല. പക്ഷേ അവിടുന്ന് ഒരുപാട് പേര് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു, ജർമ്മനിയിലേക്കും. പക്ഷെ അതെല്ലാം ഇപ്പം മെച്ചപ്പെട്ടു വരിക. അപ്പോൾ ഇവർ ആശ്രയിക്കുന്നത് ഇന്ത്യ, ചൈന തൊഴിലാളികളെയാണ്. അപ്പം ഇതില്ലാതെ ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ NHS എന്ന് പറഞ്ഞ ബ്രിട്ടനിലെ ആരോഗ്യ മേഖലയെ നിയന്ത്രിക്കുന്ന നമ്മുടെ ഇവിടുത്തെ പോലല്ല. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളാണ് മുമ്പിൽ നിൽക്കുന്നത്. സർക്കാർ ആശുപത്രി പാവങ്ങൾക്ക് മാത്രമുള്ളൊരു സ്ഥാപനമാണ്. എന്നാൽ അവിടെ അങ്ങനെയല്ല. നിർബന്ധമായും അവിടുത്തെ ആശുപത്രികളെല്ലാം തന്നെ NHS ആണ്. സ്വകാര്യ ആശുപത്രികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വളരെ കുറച്ച് നഫീൽഡ് എന്നൊക്കെ പറയുന്ന ഹോസ്പിറ്റലുണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ, ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും NHSൻ്റെ സർക്കാർ സ്പെഷ്യലിസ്റ്റ് ആശുപത്രികളും വലിയ മെഡിക്കൽ എല്ലാം ഉണ്ട്. എല്ലാ സംവിധാനങ്ങളുള്ള ചികിത്സ ഫ്രീ ആണ്. അതാണ് അറിയേണ്ടത്. ചികിത്സ ഫ്രീ ആണ്. പക്ഷേ ഫ്രീ എന്ന് പറയുമ്പോഴും നിങ്ങളുടെ സാലറിയിൽ നിന്നും ടാക്സ് പ്ലസ് നാഷണൽ ഇൻഷുറൻസ് പറഞ്ഞ തുക പിടിക്കുന്നുണ്ട്. അപ്പം
ആ NI എന്ന് പറയുന്നത് പ്രധാനമായും ചികിത്സയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ ബഹളം കാരണം ഇപ്പോൾ അത് പുറമെ ഈ കുടിയേറ്റക്കാർക്ക്, അതായത് അവിടുത്തെ PR കിട്ടുന്ന കുടിയേറ്റക്കാർക്ക് NHSൻ്റെ ഒരു ഫീസും ഈടാക്കുന്നുണ്ട്. ഒരു NHS ഫീസ് സർചാർജ് എന്ന സാധനമാണ്. അപ്പോൾ ഈ പൈസ കൊടുത്താണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് എന്നാ പ്രശ്നം വെച്ചാൽ നേഴ്സുമാരെ കിട്ടാനില്ല. നമ്മുടെ നേഴ്സുമാർ വന്നുകൊണ്ടിരിക്കുന്നു, IT മേഖലയിൽ നമ്മുടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇടക്കാലത്ത് ഈ കോവിഡ് വന്നപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങളൊക്കെ മടിയന്മാരായി. അത് പണിയെടുക്കാതെ ജീവിക്കാൻ അവർക്ക് പിടികിട്ടുന്ന അപ്പം അത് വീട്ടിലിരുന്ന് സർക്കാർ കാശ് കൊടുത്തു. ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ ഒരുത്തന്നെ ജോലിക്ക് പോകത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ വിമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്, ആളില്ലാത്തതുകൊണ്ട്. വിമാനത്താവളത്തിൽ ആളില്ല, എയർലൈനിൽ ആളില്ല, ജോലിക്കാരില്ല, എല്ലാവരും വീട്ടിൽ ഇരിക്കുകയാണ് സുഖമായിട്ട്. അത് മനസ്സിലാണ്, പണിയില്ലെങ്കിലും കുഴപ്പമില്ലാതെ പിടി കിട്ടി. അതുകൊണ്ട് ബ്രിട്ടനിലെ യൂറോപ്യൻ രാജ്യങ്ങളിലെയും വർക്ക് ഫോഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു. ഈ സമയത്ത് ഇവരെന്ത് ചെയ്തു? അതാണ് ഈ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായ തിരിച്ചടി എന്ന് പറയുന്നത്. ഇവർ വീണ്ടും വിസ നിയമങ്ങൾ ലിബറലൈസ് ചെയ്തു. അപ്പം പണ്ടൊക്കെ നമുക്ക് IT-ക്കാർക്ക് നേഴ്സുമാർക്കൊക്കെ പോകാൻ പറ്റുള്ളായിരുന്നു. ഇതിപ്പോൾ വഴിയെ നമ്മുടെ ഇവിടെ 10ാം ക്ലാസ് പുസ്തകം കഴിഞ്ഞവരെ അവിടെ വർക്ക് പെർമിറ്റ് എടുത്തു. അതായത് ഒരു യോഗ്യതയും വേണ്ട, കെയറർ വിസ കിട്ടുന്ന കാലം ഉണ്ടായി. ഈ കഴിഞ്ഞ കുറേ കാലം നടന്നത് 10-20 ലക്ഷം രൂപ ഏതെങ്കിലും ഒരു ഏജൻറ്റിനെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് അവിടെ പോയി. ഞാൻ കഴിഞ്ഞ ദിവസം പോയി ഒരു നഴ്സിംഗ് ഹോം സന്ദർശിച്ചു. ഇംഗ്ലീഷ് കമാന്നറിയാത്തൊരു മനുഷ്യൻ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ്? ഇവരോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ഡിമെൻഷ്യ ബാധിച്ചവരാ. അപ്പൊ അവർക്ക് വേണ്ട ഒരു സഹായം, മനോരോഗം ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇവർക്ക് വേണ്ട ഒരു സഹായം പിന്തുണ കൊടുത്താൽ അതൊക്കെ പറഞ്ഞാൽ മതി. അപ്പം ഇവരുടെ കൂടെ നടക്കുക. ഈ 1-to-1 കെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ കൊല്ലു കാശാ. അതായത് ഈ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ അവിടെ റിട്ടയർ ചെയ്തു, വയ്യാതായാൽ നേഴ്സിംഗ് ഹോമിലാക്കും. ആ നേഴ്സിംഗ് ഹോമിലാക്കിയാൽ മതിയാവും. ഇപ്പം എനിക്ക് സ്വത്തുണ്ടെന്ന് വെച്ചോളൂ, ആ സ്വത്ത് ഇതിന് കൊടുക്കും. എനിക്ക് സ്വത്ത് ഇല്ലെന്ന് വെച്ചോളൂ, സർക്കാർ എടുക്കുക. അതുകൊണ്ടാണ് ആളുകൾ സ്വത്ത് സൂക്ഷിക്കാത്തത്. അത് കൊള്ളാമല്ലോ. സ്വത്തുണ്ടെങ്കിൽ അത് വെച്ച് എന്നെ ചികിത്സിക്കും, സ്വത്തില്ലെങ്കിൽ അതും 1-to-1 ചികിത്സ വേണമെന്ന് മേളിൽ എഴുതി കൊടുത്താൽ ഒരാൾക്ക് ഒരു നേഴ്സിനെ കിട്ടും. അത് എത്ര? 25,000 പൗണ്ട്, 25 ലക്ഷം രൂപയൊക്കെയാണ് ഈ 1-to-1 ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മാസം ഒരാൾക്ക് സർക്കാർ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഒരു പ്രത്യേകതരം സാമൂഹിക വ്യവസ്ഥ ആയതുകൊണ്ട് ഒരുപാട് പേര് ഈ ദിവസങ്ങളിൽ കയറി. അപ്പോൾ ഇതിന് നെഗറ്റീവായിട്ടുള്ള കുഴപ്പങ്ങളുണ്ടായി. നെഗറ്റീവ് കുഴപ്പങ്ങളെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങളൊക്കെ പോയ സമയത്ത്, ഞാൻ ബ്രിട്ടനിൽ പോയ സമയത്ത് ഒരു 3 തരം കുടിയേറ്റം ഞാൻ പലതെന്ന് പറഞ്ഞു. ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് പറഞ്ഞു, നമ്മുടെ വർക്കല മേഖല, ചിറങ്ങി ആ മേഖല, നമ്മുടെ ഇവിയമീൻ്റെ നാട്ടിൽ നിന്നൊക്കെ വന്ന, സിംഗപ്പൂരിൽ നിന്ന് ഒക്കെ വന്ന ആളുകളാണ്. മലേഷ്യ, സിംഗപ്പൂർ, ഉഗാണ്ട എന്നൊക്കെ വന്ന ആളുകളാണ്. രണ്ടാം കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ടോണി ബ്ലെയറിൻ്റെ കാലത്ത് 97 തുടങ്ങുന്നതാണ്. അത് 2008 വരെ ഉണ്ടായിരുന്നു. ആ കാലയളവിലാണ് ഈ മലയാളി നേഴ്സുമാർക്ക്, ഞാനൊക്കെ ആ കാലയളവിൽ പോയ ആളാണ്. പിന്നെ മൂന്നാം കുടിയേറ്റം എന്ന് പറഞ്ഞാണ് ഈ 2019-24 കാലഘട്ടത്തിൽ ഈ മൂന്നാം കുടിയേറ്റത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, രണ്ടാം കുടിയേറ്റം വരെ ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്കൊക്കെ ചെറിയ പേടിയുണ്ട് ഇവർ സായിപ്പന്മാരെ. അപ്പം ഇവന്മാരെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും. നമ്മൾ അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ പോയി നിൽക്കത്തില്ല, പബ്ബിൽ പോകത്തില്ല. ഈ ആക്രമണം ഉണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വംശീയവാദികളാണ്. വലിയവർ നമ്മളെ കാണുമ്പോൾ ഭയങ്കര ഒലിപ്പിക്കുമെങ്കിലും ഉള്ളിൽ നമ്മളെ ഇഷ്ടമില്ല. പിന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണ്. കാരണം നമ്മുടെ ഇംഗ്ലീഷ് അല്ല അവരുടെ ഇംഗ്ലീഷ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ മര്യാദയ്ക്ക്, ഇപ്പം ഞാനൊക്കെ ജോലി ചെയ്തപ്പം നേരെ ഫാക്ടറി പണി പോവും. ഫാക്ടറി ഇപ്പോൾ പണിയെടുക്കും, നമ്മൾ വീട്ടിൽ വരും, നമുക്ക് വേറെ ഇടപാട്. അപ്പോൾ ഫാക്ടറി പണിയെടുക്കുന്ന, അപ്പം ഞാൻ ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിൽ, ഞാൻ പണിയെടുക്കുന്ന ഫാക്ടറി ജോലി ചെയ്യുന്ന മുഴുവൻ ഇംഗ്ലീഷുകാരാണ്. അവരെല്ലാം തറ ഇംഗ്ലീഷുകാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഇംഗ്ലീഷുകാർ, വിദ്യാഭ്യാസം ഇല്ലാത്ത, F കൂട്ടി മാത്രം സംസാരിക്കുന്ന ഇംഗ്ലീഷുകാർ. അപ്പം നമ്മൾ അവരുടെ അടുത്ത് പിടിച്ച് നമ്മൾ ഡബിൾ F പറയുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഇഷ്ടമാണ്. നമ്മളവിടെ പോയിട്ട് ഹലോ എന്ന് വെച്ചാൽ അവന്മാർ നമ്മൾ ചീത്ത വിളിക്കും. അപ്പം എന്ത് പറഞ്ഞാലും ഓരോ വാക്കിനും, ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ലോഡ് എടുക്കാൻ പറ്റുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അയാൾ വന്ന് കഥ പറയുന്നത് 1000 F പറയും. വഴിയെ പോകുന്ന മനുഷ്യരെയും വഴിയെ പോകുന്ന വാഹനങ്ങളെയും വഴിയെ റോഡും സകലത് F കൂട്ടി പറയും. അപ്പോൾ അതെല്ലാം നമ്മൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാലേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് പബ്ബിൽ പോകത്തില്ല. ഈ പബ് എന്ന് പറയുന്നതാണ് ഇവരുടെ ഒരു വൈകുന്നേരത്തെ ഒരു കേന്ദ്രം. അപ്പം നമ്മൾ പബ്ബിൽ പോകത്തില്ല. അതുപോലെ നമ്മളൊക്കെ വഴി നടക്കുമ്പം ഈ പിള്ളേർ, സ്കൂൾ പിള്ളേരാണ് കൂട്ടി നിൽക്കണം, നമ്മൾ മറുവശത്തോടെ പോകും. വെറുതെ നമ്മളൊരു സീൻ ഉണ്ടാക്കണം. പക്ഷെ ഇപ്പം വന്നിരിക്കുന്ന പിള്ളേർ അങ്ങനെയല്ല. ഇപ്പം വന്നിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന പുതിയ കുടിയേറ്റ തലമുറ, ഇവർ റീൽസ് എടുക്കുന്നു. മറ്റേ അതുമാത്രം വെള്ളക്കാർക്ക് ഒരുപാട് പ്രൈവസി ഉള്ളവരാണ്. നമ്മളിപ്പോൾ പലരും നമ്മൾ നോക്കുമ്പോൾ ഇവർ തുണിയില്ലാതെ നടക്കാൻ തുടങ്ങി. പക്ഷേ ഇവർക്ക് ഒരുപാട് പ്രൈവസി ഉള്ളവരാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വിഷ്വൽ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു.
ഇതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ നമ്മുടെ മലയാളികളുടെ പോലെ ഇപ്പം നോക്കിയാൽ മതി, നിരവധി വ്ളോഗുകളും മറ്റേ റീൽസുകളും ഷോർട്സുകളും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുക. അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു ചിലപ്പോൾ അവർ ബീച്ചിൽ അവർ നമ്മുടെ ഇവിടുത്തെ പോലല്ല, ബീച്ചിൽ അവർ മറ്റേ ഈ മേൽഭാഗം ഒന്നും ധരിക്കത്തില്ല സ്ത്രീകളൊന്നും. അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്ന അവസാനം ചോദിക്കും. ഇതാ ഞാനിപ്പോൾ പ്ലൈമൂത്ത് ബീച്ചിലൂടെ നടക്കുമെന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടം. ഇതങ്ങ് കൂടി. ഇത് മലയാളി ഇങ്ങനെയാണെങ്കിൽ സകല ഇന്ത്യക്കാർ ഇങ്ങനെ ആയിരിക്കുമേ, സകല പാകിസ്ഥാനി ഇങ്ങനെ ആയിരിക്കുമേ, എല്ലാവരും. ഇതുകൊണ്ട് ഈ ഇറിറ്റേഷൻ കൂടി വന്നതിൻ്റെ ഒരു വലിയ ഗൗരവമായ പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ ഈ കുടിയേറ്റക്കാർ കൂടുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ഭയങ്കരമായി വളരുന്നുണ്ട്. ഇപ്പം ചിലയിടങ്ങൾ, ഇപ്പം ബർമിംഗ്ഹാം സിറ്റിയിലെ പലയിടങ്ങളിലും, എല്ലായിടത്തും മോസ്കോയിലുണ്ട്, പലയിടങ്ങളിലും അവർ പവർഫുള്ളാണ്. അല്ലെങ്കിൽ ഈസ്റ്റ് ഹാം ആ സ്ഥലങ്ങൾ, നമ്മുടെ ലണ്ടൻ ഈസ്റ്റ് ഹാം മുതലായ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ബ്രാഡ്ഫോർഡ്, ഇങ്ങനെ പലയിടങ്ങളിലും ഇവരുടെ ബെൽറ്റ് ഉണ്ട്. മാത്രം ഇവർ ഒരുമിച്ച് താമസിക്കും. അതാണ് ഇന്നലെ ബർമിംഗ്ഹാമിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടായത്. പള്ളി ആക്രമിക്കാൻ പോകുന്ന വിവരം കിട്ടി, അവിടെയാണ് ആൾ തടിച്ചുകൂടി. അവിടെ സംഭവിച്ചതെന്നു വെച്ചാൽ അവിടെ ഇവർക്ക് ഇടി കൊടുത്തു, തിരിച്ച് വെള്ളക്കാർക്കിട്ട് അടി കൊടുത്തു. ഇവന്മാർ ഈ സ്കിൻ ഹെഡ്സ് ഉണ്ടല്ലോ, അവന്മാർ അടിക്കാൻ വേണ്ടി വന്നു. ആ ബർമിംഗ്ഹാമിൽ നിന്ന് ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെല്ലാം കൂടിയിടമാർ ഓടിച്ചു, പബ്ബൊക്കെ കയറി ആക്രമിച്ചു, ഇവന്മാർ തിരിച്ചാക്രമിച്ചു. അപ്പം ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ 3 കുട്ടികൾ കൊല്ലപ്പെട്ടതിന് മുമ്പുണ്ടായ സംഭവം ഉണ്ടല്ലോ, മാഞ്ചസ്റ്റർ എയർപോർട്ട് സംഭവം അവിടെയാണ് തുടങ്ങുന്നത്. അതാണ് എൻ്റെ തുടക്കം. എയർപോർട്ടിൽ അവിടെ ഒരു വിമാനം വന്ന് ഇറങ്ങുന്നു, അതിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങി വരുന്നു. സ്ത്രീയും മറ്റൊരു യാത്രക്കാരൻ, ഒരു പുരുഷൻ ഇറങ്ങുമ്പോൾ സ്ത്രീ അവരുടെ റിസീവ് വന്ന മക്കളത് പറയുന്നത് ഇയാൾ എന്നെ വിമാനത്തിൽ വെച്ച് ഉപദ്രവിച്ചു എന്ന് പറയുന്നു. ഇവർ അയാളെ തല്ലുന്നു, പോലീസ് ഒന്ന് പിടിക്കുന്നു. പോലീസ് എന്നിട്ട് അതിക്രൂരമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ തല്ലുന്നത് കാണിക്കുന്നു, ഭീകരമായി മർദ്ദിക്കുകയാണ്. അപ്പോൾ നമ്മളുമെല്ലാം വാർത്തയെ കൊടുത്ത് ഇവൻ്റെ വംശീയ സ്വഭാവമാണെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു. അടുത്ത ദിവസം വേറെ വിഷയം പുറത്തു വരുന്നു. അതിലെ കാഴ്ച പോലീസുകാരെ ഈ തല്ലുകൊണ്ട് നമ്മൾ ഈ ഇരകളെന്ന് പറഞ്ഞ ആളെടുത്തിട്ട് ക്രൂരമായി ചവിട്ടി കൂട്ടുന്നതാണ്. പോലീസുകാരെ ഇവർ മർദ്ദിക്കുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ സംഭവം. ഈ രണ്ടാമത്തെ വീഡിയോ സോഷ്യൽ മീഡിയ വൈറലായതോടെ ഇവർ പലരും തെരുവിലിറങ്ങി ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ സ്കിൻ ഹെഡ്സും വെളിയിറങ്ങി. ഇങ്ങനെ ഹീറ്റഡ് സിറ്റുവേഷൻ നിൽക്കുമ്പോഴാണ് ഈ കുട്ടികളെ കുത്തിക്കൊല്ലുന്നത്. ഈ വന്ന യാത്രക്കാരൻ പാകിസ്ഥാൻകാരനായിരുന്നു. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കുട്ടികളെ കൊല്ലുന്നത്. ഈ സത്യത്തിൽ ഈ കുട്ടികളെ കൊന്നത് ഈ ലിവർപൂളിൻ്റെ അടുത്ത് സ്റ്റോക്ക് പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ കുട്ടികളെ കൊന്നത് എന്തിനാണെന്ന് ഇപ്പോഴും ഒരു നിശ്ചയമില്ല. ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു കറുത്ത പയ്യനാണ്, റുവാണ്ട എന്ന് വന്നൊരു പയ്യനാണ്, 17 വയസ്സുള്ളൂ. അപ്പോൾ ഈ പയ്യൻ എന്തിനീ പിള്ളേരെ കൊന്നു എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ 6, 7, 9 വയസ്സുള്ള പിള്ളേരാണ്. അപ്പം ഇതുണ്ടാക്കിയ ഒരു വല്ലാത്ത, അപ്പോൾ പെട്ടെന്ന് ഇവൻ പ്രായപൂർത്തിയാവാത്തതായ കാരണം വിശദാംശം വെളിവിടാൻ പറ്റത്തില്ലല്ലോ, പേരും മുഖമൊന്നും കാണിക്കാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ഇവൻ മുസ്ലിം പയ്യനാണ്, ഇത് ടെററിസ്റ്റ് ആക്രമണമാണ് നമ്മൾ പ്രചരിച്ചിട്ട് കൂട്ടത്തോടെ ഇവർ വെളിയിറങ്ങി. പലയിടങ്ങളിലും അടിച്ച് തകർത്തു. പല കടകളും, എൻ്റെ പരിചയക്കാരെ പോലും കടകൾ തകർത്തു. ഇന്നൊക്കെ കടകൾ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് അവിടെ കിട്ടുന്നത്. ഹബിൽസ്ഫീൽഡിലൊക്കെ കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. ബെൽഫാസ്റ്റ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്ന ബ്രിട്ടൻ്റെ ഭാഗമായിരിക്കുന്ന രാജ്യമുണ്ട്. അതായത് അയർലൻഡ് അല്ല, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് അല്ല, ഭൂമിശാസ്ത്രമായ അയർലൻഡ് ഭാഗമാണ്. പണ്ട് ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് ഐആർഐയുടെ സംഭവം. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, ബെൽഫാസ്റ്റാണ് അതിൻ്റെ സിറ്റി. അപ്പോൾ അവിടെയൊക്കെ ഇന്നലെ രാത്രി കത്തുമായിരുന്നു. പടങ്ങളൊന്നുമില്ല, നിന്ന് കത്തുകയാണ്. ഒരു നഗരത്തിലെ എല്ലായിടം നോക്കുമ്പോൾ വലിയ നഗരം വന്ന് കത്തും, തീ എല്ലായിടം നോക്കുമ്പോൾ തീ. അത് രാജ്മോഹൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർഗീയതകളെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നത്തില്ല. കേരളത്തിൽ പോലും എത്രയോ വർഗീയതകൾ കുറവാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായതെന്ന് നമുക്കൊന്നും തോന്നത്തില്ല, പാകിസ്ഥാനിൽ ഉണ്ടായത് നമുക്ക് തോന്നത്തില്ല, ആഫ്രിക്കയിൽ എവിടെ തോന്നുന്നു തോന്നത്തില്ല. പക്ഷെ ബ്രിട്ടൻ പോലെ ലോകത്തെ ഏറ്റവും പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ പോലീസ് വണ്ടി കത്തിക്കുക, കടകൾ കത്തിക്കുക, ആ സ്ഥാപനങ്ങൾ ആക്രമിക്കുക വിശ്വസിക്കാൻ പറ്റത്തില്ല. ഏറ്റവും ഡിസിപ്ലിൻ ആയിട്ടുള്ള സമൂഹമാണ്. അമേരിക്ക സംഭവിക്കാറുണ്ട്, പോയവരാണല്ലോ. അമേരിക്കയിൽ ഇത്തരം കലാപങ്ങളും സ്ഥിരം സംഭവിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഗൺ അറ്റാക്ക് ഉണ്ടാകുന്ന രാജ്യം അമേരിക്കയാണ്. പക്ഷെ ബ്രിട്ടനിൽ അങ്ങനത്തെ കാഴ്ചകളുള്ളതല്ല. എന്നുവെച്ചാൽ ബ്രിട്ടനിൽ പോയാലുള്ള ഏറ്റവും വലിയ സുഖമായി എനിക്ക് തോന്നിയിട്ടുള്ള 2 എണ്ണം, ബ്രിട്ടനിൽ ജീവിച്ചാൽ ബ്രിട്ടനിൽ നമുക്ക് കാണുമ്പോൾ നമുക്കിത് 2 സുഖങ്ങൾ. ഒന്നാമത്തേത്, നമുക്കൊരാവശ്യമുണ്ടായ പോലീസ് വിളിച്ചാൽ വിതിൻ 2 മിനിറ്റ്സ് പോലീസ് എത്തും എന്നുള്ളതാണ്. 1-2 മിനിറ്റ്സ് പോലീസ്. ഏറ്റവും മാന്യമായ പോലീസാണ്. ഏറ്റവും മാന്യമായ പോലീസാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരിക്കൽ
സക്കറിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ആദ്യത്തെ കാർ യാത്ര ചെയ്ത് അപ്പോൾ 2 minutes 1 minute പോലീസ് അത്രയൊന്നും വേണ്ട. ഇനി ഒരു ആക്സിഡൻ്റ് ഉണ്ടായ നമ്മളിവിടുത്തെ പോലെ നോക്കി നിൽക്കുമല്ല, ഹെലികോപ്റ്റർ വരും ആളെ കൊണ്ടുപോകാൻ. ഹെലികോപ്റ്റർ വന്നിട്ടാണ് ആളെ ലിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മൂത്ത മകന് 4 വയസ്സുള്ളപ്പം അവിടെ ഒരു വലിയ 1-2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അവിടെ ഈ ചികിത്സ ഫ്രീ ആയതുകൊണ്ടും ആൾ കുറവായതുകൊണ്ട് നമുക്ക് ഭയങ്കര വെയിറ്റിംഗ് ലിസ്റ്റാണ്. നമ്മൾ ആദ്യം ജീപ്പിയുടെ അടുത്ത് പോകണം. ജീപ്പിയുടെ അടുത്ത് പോയിട്ട് ജനറൽ പ്രാക്ടീസ് ജീപ്പ് തീരുമാനിക്കണം. ഈ ജീപ്പിക്ക് തന്നെ താങ്ങാൻ കഴിയാത്തത്ര ആളുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല, നമ്മൾ ഈ ശ്രീധരനെ പോലെ ഒരാൾക്ക് കുറേ അധികം സമയമെടുത്ത് അല്ല, ഇത് ജീപ്പിയിൽ ചെല്ലും ആൾ ഒരുപാട് സമയമെടുത്ത് നോക്കുന്നത്. അപ്പം നമ്മളൊരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പാടാണ്. അപ്പം ഞാൻ എൻ്റെ മകന് ഭയങ്കര പനിയും ചുമയും, ഞാൻ അവനെയും കൊണ്ട് ജീപ്പി ചെല്ലും. ജീപ്പി പാരസെറ്റമോൾ തന്നു വിടും. ജീപ്പിയിൽ നിന്ന് റെഫർ ചെയ്താൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കവേ ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ബിന്ദു എന്ന് പറഞ്ഞാൽ ഇവിടെ കോലഞ്ചേരി കടമറ്റത്തുകാരി ഒരു പെങ്കൊച്ചുണ്ട്, എൻ്റെ കൂട്ടുകാരിയാണ്. അവൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളൊരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് പാർക്കിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ അച്ഛൻ എനിക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവനെയും കൊണ്ട് രാത്രി പാർക്കിൽ പോയി. ഈ ചെറുക്കനെയും കൊണ്ട്, അവൻ 4 വയസ്സാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവൻ്റെ ചുമ കേട്ടിട്ട് ഈ നേഴ്സ് പെങ്കൊച്ചിനെ ബിന്ദുവിന് പിടികിട്ടി ന്യൂമോണിയാന്ന്. അയ്യോ, ആലോചിക്കുക. അതായത് ജീപ്പിക്ക് പിടികിട്ടില്ല, ഇവക്ക് പിടികിട്ടി. ഇവള് പറഞ്ഞു, അയ്യോ ഷാജ, കൊച്ചിന് ന്യൂമോണിയ ആകാൻ സാധ്യതയുണ്ട്, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ കൊണ്ടുപോകും, കാരണം ഇവിടെ ജീപ്പ് റെഫറൻസ് ഉണ്ട്. അയ്യോ അതൊന്നും അറിയത്തില്ല, നമുക്കതൊന്നും അറിയത്തില്ല, ആംബുലൻസ് വിളിക്കുക, ആ കൊച്ചിന് വയ്യെന്ന് പറയാ, കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ വകുപ്പുണ്ട്, എമർജൻസി. നമ്മളോർത്ത് ജീപ്പ് റെഫറൻസ് കാത്തിരിക്കുക. അതേസമയം എമർജൻസി ഉണ്ടായാൽ നമുക്ക് ആംബുലൻസ് വിളിച്ചാൽ മതി. ഞാൻ ആംബുലൻസ് വിളിച്ചു, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി. അപ്പം തന്നെ അഡ്മിറ്റായി, പരിശോധിച്ചു, ന്യൂമോണിയ കൂടുതലാണ്, ലങ്സിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഓർക്കണം, അപ്പോൾ അവനെ അവിടുന്ന് ബർമിംഗ്ഹാം ചിൽഡ്രൻസ് സ്പെഷ്യൽ ഹോസ്പിറ്റലിലേക്ക് എയർലിഫ്റ്റ് ചെയ്തവർ. നമ്മളെ കൂടെ കൊണ്ടുപോകാൻ നമ്മൾ വേറെ കാറിലോ കൊച്ചിനെ കൊണ്ടുപോകാൻ, നമ്മളെ കൊണ്ടുപോകത്തില്ല, അവർ എയർലിഫ്റ്റ് ചെയ്തു. ഈ പേഷ്യൻറ്റിൻ്റെ സാഹചര്യം എന്താണെന്ന് നോക്കിയിട്ടാണ് അവർ പിന്നെ ചെയ്യുന്നത്. അപ്പം അതിന് നമുക്ക് കാശ് കൊടുക്കണ്ട, അതെല്ലാം സൗജന്യം, അവരൊക്കെ പിന്നെ അവരുടെ കയ്യിലാണ്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളുള്ള, ഇത്രയും നിയമവാഴ്ചയുള്ള, അപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, നമുക്ക് വണ്ടി ഓടിച്ച് മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞങ്ങൾ കള്ളു കുടിക്കുക രാത്രിയിൽ, ഞങ്ങളെല്ലാം കമ്പനി വല്ലപ്പോഴും അവധിയാണല്ലോ, രാത്രിയായി കഴിഞ്ഞപ്പോൾ തീർന്നു പോയി. 12-1 മണിയായപ്പോൾ അവന് വീണ്ടും മേടിക്കണം. ടെസ്കോയിലുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, ഒന്ന് അടിച്ചിരിക്കുവാണ്. ഇല്ല, അവർ മേടിക്കണം. അവൻ വണ്ടിയും കൊണ്ടുപോയി. ലൈറ്റ് ഇടാൻ മറന്നുപോയി, കാരണം ഇവിടെ രാത്രി മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റ് ആണല്ലോ, ലൈറ്റ് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇവ പോകുന്നതിന് പുറകെ ഒരു പോലീസ് വണ്ടി പപ്പി വന്നിട്ട് നിർത്താൻ പറഞ്ഞു. വളർത്തു, അടിച്ചിട്ടാ കൊണ്ടുപോയി. ഞങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റത്തില്ല, വണ്ടി എടുക്കാൻ, കാരണം ഞങ്ങളെല്ലാം അടിച്ചിട്ടിരിക്കുമല്ലേ, ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? ഒരു രാത്രി മുഴുവൻ അവരകത്ത് കിടന്നു. പിറ്റേ ദിവസം അവരുടെ ഭാര്യയ്ക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല, ഡ്രൈവിംഗ് അറിയാവുന്നവർ പോയി വണ്ടി തന്നു. പിറ്റേ ദിവസമാണ് എടുത്ത്. അത് ഇൻഷുറൻസ് ഒക്കെ വണ്ടി ഇവിടുത്തെ പോലെ ചുമ്മാ ആർക്കെങ്കിലും വണ്ടി, ഓരോ വ്യക്തിയുടെ പേരില്ല ഇൻഷുറൻസ്. ഇപ്പം എൻ്റെ വണ്ടി രാജ്മോഹൻ ഓടിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുണ്ട്. എൻ്റെ വണ്ടി രാജ്മോഹൻ ഓടിക്കാൻ രാജ്മോഹൻ പേര് ഇൻഷുറൻസ് എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും നിയമവാഴ്ചയുള്ള, ഭരണഘടന ഇല്ലാത്ത ജനങ്ങളെ വിശ്വസിച്ചാണ് വിശ്വാസം, എത്ര നിയമവാഴ്ചയുള്ള ഈ രാജ്യത്താണ് ഈ കലാപം ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. നിരന്തരം നടക്കുന്നു. നോക്കണം, വാഹനങ്ങൾ കത്തിക്കുന്നു, പോലീസ് വണ്ടി കത്തിക്കുന്നു, പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, കംപ്ലീറ്റ് സാധനം നടക്കുകയാണ്. അന്ന് മാത്രമല്ല, പല കടകളും അടിച്ചു തകർത്തിട്ട് അവിടുന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നു, വൻതോതിൽ മോഷണം നടക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് ഞാൻ മലയാളി, ഇത് കേൾക്കുന്ന മലയാളികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെ മക്കൾ വിദേശത്തുണ്ടെങ്കിൽ, തുറന്നു കിടക്കുവാണെങ്കിൽ പോലും ഒരു ഐസ്ക്രീം പോലും പോയി എടുക്കരുത്. ഇതെല്ലാം ഇവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഇവരുടെ ശേഖരിക്കും. ഞാനിത് പറയാൻ കാര്യം, ഒരു യൂണിവേഴ്സിറ്റി പണ്ട് ഇതുപോലെ തന്നെ ഒരു കറുത്ത വർഗ്ഗക്കാരനെ ആക്രമിച്ചവരൊരു ഒരു 10-20 കൊല്ലം മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നൊരു പെങ്കൊച്ച്, നന്നായി പഠിക്കുന്ന ഒരു പെങ്കൊച്ച്, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചാണ്, നല്ല വിദ്യാഭ്യാസം, നല്ല അരിസ്റ്റോക്രാറ്റിക് ഫാമിലി. അതിലെ പോയപ്പം കൗതുകത്തിന് കയറി ഒരു ഐസ്ക്രീം എടുത്തു. അവളെ 6 മാസത്തേക്ക് ശിക്ഷിച്ചു, തടവൻ, 6 മാസത്തേക്ക് ജയിലിൽ അടച്ചു. 6 മാസത്തേക്ക്. അതുകൊണ്ട് ഇതിന് മുഴുവൻ പ്രത്യേക കോടതി ഉണ്ടാക്കും. ഇത് അധികം കാലമൊന്നുമില്ല. ഈ കലാപത്തിൽ വന്ന സകല മനുഷ്യരും ഇപ്പം ഇതൊക്കെ ഒന്ന് തീരും. അതെ, സകല മനുഷ്യരെയും പ്രത്യേക കോടതി വെച്ച് പുകാന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നിപ്പം ആദ്യം പുറത്തിറങ്ങി നടക്കരുതെന്ന്. അപ്പം ഇതിങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇത് ബ്രിട്ടനിൽ പതിവില്ലാത്തതാണ്, ഇവിടേക്കും പതിവില്ല. ഇത് മുസ്ലിം വിരുദ്ധ ഒരു കലാപമാണിത്. അതെ, ബേസിക്കലി ഇത് തന്നെയാണ് മുസ്ലിം വിരുദ്ധ കലാപമാണ്.
അപ്പോൾ ഈ മുസ്ലിം വിരുദ്ധ കലാപം ഒരു പരിധി വരെ നമുക്ക് വെള്ളക്കാരെ കുറ്റം പറയാൻ പറ്റുന്നത്. കാരണം അതിര് കടന്ന കുടിയേറ്റം അവരിവരെല്ലാം മുസ്ലിങ്ങളായിട്ടാണ് കാണുന്നത്. ഇവരെല്ലാം കാണുന്നത് മുസ്ലിങ്ങളാണെന്ന് വിളിക്കുന്നത്. അവർ നമ്മളൊക്കെ കണ്ടാലും മുസ്ലിമായിട്ടാണ് കാണുന്നത്. ആര് നമ്മളിപ്പോൾ ഇവിടെ സംഖ്യയായിരിക്കുന്ന ഒരുത്തൻ, ഇവിടെ ചാണക സംഖ്യയായിരിക്കും, അവൻ അവിടെ ചെന്ന് ഇടി കിട്ടും മുസ്ലിമാണെന്ന് പറഞ്ഞു ഈ പറഞ്ഞ കലാപ സമയത്ത് എന്നാണ്. അപ്പോൾ അത്ര ശക്തമായ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്, സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവമേറിയ വിഷയമാണ്. എനിക്ക് പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞു, ഞാൻ അവിടുത്തെ പരിചയം കൊണ്ട് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം. വളരെ ഗുരുതരമായ സാഹചര്യമാണ്. ഇപ്പം നമുക്ക് തോന്നും നമ്മുടെ ഇടങ്ങളിൽ കുഴപ്പമില്ല, പക്ഷേ ഏത് നിമിഷം ആരാണ് യഥാർത്ഥ വംശീയവാദി നമുക്കറിയത്തില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് വളരെ കരുതലെടുക്കുക, ആൾക്കൂട്ടത്തിനിടെ പോകാതിരിക്കുക. ഞാൻ പറഞ്ഞു നമ്മൾ വഴിയെ കൂടെ കഴിയുന്നതും വണ്ടി ഓടിച്ച് ജോലി സ്ഥലത്ത് പോവുക. ജോലി സ്ഥലത്തൊന്നും ഉണ്ടാവത്തില്ല, അവിടുത്തെ അങ്ങനെ പ്രത്യേകതകളുണ്ട്. നമ്മുടെ ജോലി സ്ഥലത്തൊന്നും ഉണ്ടാകത്ത ഈ വഴിയിൽ പബ്ബിൽ ആൾ കൂടി നിൽക്കുന്നിടത്ത് ഇങ്ങനെ സ്ഥലങ്ങളൊന്നും പോവാതിരിക്കുക. ഈ പാർക്കിൽ ഒന്നും തൽക്കാലം പോകാതിരിക്കുക. ഈ വലിയ ഷോപ്പിംഗ് മാളുകളിൽ പോവുക. ഇപ്പം ടെസ്കോയും അസ്ഡയും സെയിൻസ്ബറി മോറിസൺസ് ഒക്കെ പറഞ്ഞ വലിയ ലിഡിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവിടെ വരത്തില്ല. അവിടെയൊന്നും അവരൊക്കെ ഫുൾ സുരക്ഷയും സംവിധാനം ഉള്ളത് കാരണം അപകടം കാര്യമായിട്ട് ഉണ്ടാവത്തില്ല. ഈ ചെറുകിട കോർണർ ഷോപ്പുകളിലെ ചെറുകിട സ്ഥാപനങ്ങളിലെ അവിടെ ഇവിടെയൊക്കെ വെച്ചാണ് ആളുകളുണ്ടാകുന്നത്. പ്രധാനമായും ഈ പബ്ബുകളുടെ പരിസര പ്രദേശത്ത്. കാരണം ഈ പബ്ബുകളിലേക്ക് ആളുകൾ വൈകുന്നേരം വന്നാൽ അമ്മാർ സിഗരറ്റ് വലിക്കാൻ വേണ്ടി വെളി വരും, അകത്ത് കയറിയാണ്. ഇപ്പോഴത്തെ പിള്ളേർ ഞാൻ ഇംഗ്ലണ്ടിൽ ജീവിച്ച കാലത്ത് ഒരിക്കൽ പോലും പബ്ബിൽ പോയിട്ടില്ല, ഒരിക്കലും വൈകി പോയിട്ടില്ല. പോകും എപ്പോഴാണെന്നറിയോ? മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് പോകും. കാരണം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഈവനിങ്ങിൽ പോയി ഒരു ബിയർ അടിക്കാമെന്ന് വെച്ചാൽ ചില പടി കിട്ടിയെന്ന് വരാം. നമ്മളിത് റിസ്ക് എടുക്കുന്നത്. ഇപ്പോൾ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട് പബ്ബിലാണ് വൈകുന്നേരം. മറ്റേ ആശാമാരോടെ വരും, ആമാരുണ്ടാവും, അലമ്പുണ്ടാവാം. അപ്പം അതുകൊണ്ട് ഇതിനൊന്നും പോവാതിരിക്കുക, മര്യാദയ്ക്ക് ജോലി എടുത്തിട്ട് വീട്ടിൽ ഇരിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനം. ഇത് ഭീതിതമായ അന്തരീക്ഷത്തിന് കാരണമാകാം. ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ ഉണ്ടാവും, അതുപോലെ പടരുവാണ്. സമൂഹ മാധ്യമങ്ങളാണ് ഇതിന് പ്രധാനമായിട്ട് ദുരുപയോഗം ചെയ്തെന്നാണ് പറഞ്ഞൊരു കാര്യമില്ല. നമ്മുടെ നാട്ടിലും അങ്ങനെയല്ലേ? ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി സാഹിത്യമല്ലേ. അപ്പം ഗൗരവമേറിയൊരു വിഷയമായി ബ്രിട്ടൻ മാറിക്കൊണ്ടിരിക്കുന്നു. കരുതലെടുത്താൽ നല്ലത്. അതാണ് ബ്രിട്ടനെ കുറിച്ച്. നമ്മൾ ബ്രിട്ടനിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിന്നു. നമ്മൾ അയൽരാജ്യമുണ്ട് തൊട്ടടുത്ത്, അവിടെ എന്താ ബംഗ്ലാദേശ് പറയൂ. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും അവിടുത്തെ ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഫലം എന്നും ഒരു വശത്തൂടെ പറയാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇത് കാരണം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോൾ രാജ്യം വിട്ടോടി അവരിപ്പോൾ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ പോയെന്ന് പറയുന്നു, പോയില്ലെന്നും പറയുന്നുണ്ട്. അത് ഇന്ത്യ ആ വിമാനം മടങ്ങി, അവർ വന്ന ബംഗ്ലാദേശ് എയർഫോഴ്സിന്റെ വിമാനം മടങ്ങി തിരിച്ചു പോയി കാണും. പക്ഷേ അവരെങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ നയതന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരിക്കാം ഇന്ത്യ അത് പരസ്യമായി പറയാത്തത്. പക്ഷേ ഇത് പാർലമെൻറ്റിൽ പിന്നെ നമ്മളെ വിദേശകാര്യമന്ത്രി പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്, ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് വന്നത് എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജയശങ്കർ പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവരെ തുടർച്ചയായി 4ാമത്തെ തവണയാണ് ഷെയ്ഖ് ഹസീന ഇപ്പം പ്രധാനമന്ത്രി ആവുന്നത്. അതെ, ഈ ജനുവരിയിൽ അല്ലേ? അതെ, ജനുവരി നേരത്തെ ഒരിക്കലായിട്ടുണ്ട്. 96-ൽ അവരായിട്ടുണ്ട്. പിന്നെ 2001-ൽ വീണ്ടും നമ്മുടെ ബീഗം ഖാലിദാസിയ വന്നു. ഇപ്പോൾ ഷെയ്ഖ് ഹസീന വീണ്ടും 15 വർഷമായി 15 കൊല്ലം ഭരിച്ചു, 16ാം കൊല്ലം കയറി. അത് 20 കൊല്ലം ആവേണ്ടതാണ്. ഈ ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ച ഒരു പ്രധാനമന്ത്രി അവർ രാജിവെച്ചിട്ട് ഓടി രക്ഷപ്പെടണമെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചത്? അവിടെയാണ് എൻ്റെ ചോദ്യം. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്തല്ലേ. ഒരു പ്രക്ഷോഭകാരികൾ വന്നു, ബഹളം വെച്ചു, ഉടനെ പേടിച്ചു പോകും. എനിക്ക് പിടികിട്ടാത്തൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നും അവിടുത്തെ പട്ടാളത്തിൻ്റെ അമിതമായ സ്വാധീനമാണ്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ അവിടെ പല പട്ടാള മേധാവിമാരും ഇതേപോലെ ഭരണം പിടിച്ചെടുത്തിട്ടുണ്ട്. എർഷാദ്, ഈ സിയാഉർ റഹ്മാൻ, അങ്ങനെ ഒരുപാട് സൈനിക മേധാവിമാരായിരുന്നു അവിടെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മുജീബുർ റഹ്മാൻ്റെ വാദത്തിന് ശേഷം പലപ്പോഴും അവിടെ രാഷ്ട്രീയ അസ്ഥിരത സംഭവിച്ചിട്ട് പട്ടാളം അതെല്ലാം മുതലെടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിലും സെയിം ആണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പട്ടാളക്കാർ എനിക്ക് തോന്നുന്നത് ആദ്യ ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം നടന്നപ്പോൾ ആരും മിണ്ടാതിരുന്നതാണ്. അത് അതങ്ങ് ഒരു പ്രശ്നമായപ്പം അത് മാത്രമല്ല സൈനിക മേധാവി ആവശ്യപ്പെടുകയാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് 45 മിനിറ്റിന് സ്ഥലം വിട്ടു പോയിക്കൊള്ളണം. അവിടെയാണ് ഗൗരവമുള്ള ഒരു വിഷയം കാണുന്നത്. അതായത് മുജീബുർ റഹ്മാനെ 2 ആൺമക്കളെയും ഭാര്യയെ ഒന്ന് പട്ടാളം കൊന്നു. മക്കളെ എല്ലാവരും 71-ൽ പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്തി സ്വതന്ത്ര രാജ്യമാക്കി ബംഗ്ലാ ഐഡന്റിറ്റി നിലനിർത്തി കൊടുത്ത രാഷ്ട്രപിതാവായ മുജീബുർ റഹ്മാനെയും അയാളുടെ ഭാര്യയെയും 2 മക്കളെയും അടക്കം സകലം തട്ടിക്കളയുന്നു. ഈ സ്ത്രീ ഷെയ്ഖ് ഹസീന സഹോദരി അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് മാത്രം യൂറോപ്പിലായിരുന്നു. അവരവിടെ നേരെ ജർമ്മനിയിൽ പോയി, അവിടെ നിന്ന് ഡൽഹിക്ക് വന്നു. 6 വർഷം ഡൽഹി താമസിച്ചു.
അതുകൊണ്ട് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. അവർക്കറിയാം, പട്ടാളം പറഞ്ഞു നീ വേണേ പൊക്കോ, 45 മിനിറ്റിനകം ഇല്ല നിന്നെ തട്ടിക്കളെന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. കൊല്ലാത്തത് ഭാഗ്യമെന്ന് കരുതിയാൽ മാത്രം മതി. ഒരുപക്ഷെ ഇന്ത്യ ഇടപെടുമെന്നുള്ള ഭയം പട്ടാളത്തിനുണ്ടായിരുന്നിരിക്കും. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ ആയിരിക്കാം, അതിന് സാധ്യതയുണ്ട് ഒരുപക്ഷെ. പക്ഷേ മുജിബുർ റഹ്മാനെ കൊന്നിട്ട് മുജിബുർ റഹ്മാൻ്റെ അടുത്ത് അന്ന് ഇന്ത്യ പലപ്പോഴും പറഞ്ഞിരുന്നു സൂക്ഷിക്കണമെന്നുള്ള കാര്യം. അത് ഔദ്യോഗിക വസതിയിലല്ലേ താമസിച്ചിരുന്നത്, അത് സ്വന്തം വീട്ടിൽ താമസിച്ചു. ഈ പറഞ്ഞ പോലെ വലിയ സെക്യൂരിറ്റി ഒന്നും അവിടെ ഇല്ലായിരുന്നു. പട്ടാളത്തിന് അദ്ദേഹം അമിതമായി വിശ്വസിച്ചിരുന്നു ഇവരെൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്നുള്ളത്. അത് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഈ പാകിസ്ഥാനിൽ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പാണ് ബേനസർ ഭൂട്ടോ ഏതൊരു അഭിമുഖത്തിൽ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ സിയാഉൾ ഹക്കിനെ പട്ടാള മേധാവി ആക്കാൻ സമയത്ത് ഭൂട്ടോയുടെ വീട്ടുകാർ ഭാര്യയും മക്കളുമൊക്കെ പറഞ്ഞു എന്നാണ്, ഇയാളെ ആക്കണോ, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണോ തോന്നുന്നു എന്ന്. ഭൂട്ടോ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുന്നു, നീ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണ് സിയാഉൾ ഹക്ക് എന്നാണ്. അവസാനം എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ. അതുപോലത്തെ ഒരു അവസ്ഥ അവിടെ എല്ലാം ഉണ്ട്. ഈ മുജീബുർ റഹ്മാൻ ആവശ്യത്തിലധികം പട്ടാളത്തിനെ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പശ്ചാത്തലം ആവർത്തിക്കായിരിക്കാൻ അവർ മുങ്ങിയത്. അപ്പോൾ പട്ടാളമാണ് യഥാർത്ഥത്തിൽ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. മാത്രമല്ല പട്ടാള വിമാനത്തിലാണ്, എയർഫോഴ്സ് വിമാനത്തിലാണ് അവർ ഡൽഹിക്ക് പുറപ്പെട്ടത്. അല്ലാതെ കൊണ്ടുപോകണം പറഞ്ഞായിരിക്കും. അതുകൊണ്ട് വിമാനം തിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു കാണും, അതായിരിക്കും ഇവളെ കൊണ്ട് അവിടെ വിട്ടിട്ടെങ്കിൽ പോരെ പറഞ്ഞായിരിക്കും. എന്തായാലും ഈ ബംഗ്ലാദേശിലെ കലാപം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ക്ഷീണമാണ്. കാരണം ഇന്ത്യയുമായി ഏറ്റവും ശക്തമായ ബന്ധമുള്ള രാജ്യമാണ് അല്ലേ? അതെ, തീർച്ചയായും. മാത്രമല്ല ഇപ്പം പ്രധാനമന്ത്രിയായിട്ട് 3ാമത് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഷെയ്ഖ് ഹസീന വന്നിരുന്നു. ഇത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നിരുന്നു. എന്തിനാണെന്നുള്ള കാര്യം ഇനി വ്യക്തമല്ല. അവർ സംസാരിച്ചു. ഒരുപക്ഷെ അവിടുത്തെ സ്ഥിതിഗതി മോശമാണ് എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ ഇന്ത്യ ഗവൺമെൻറ് ചർച്ചയ്ക്ക് വന്നാണോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായും. അല്ല, എന്തായാലും ഇന്ത്യക്ക് അതായത് ഇന്ത്യയാണ് ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്തത്. അതെ, ആ ഒരു കൂറും കടപ്പാടും ഇന്ത്യയോട് ഈ ഷെയ്ഖ് ഹസീനയ്ക്കും അവാമി ലീഗിനും ഉണ്ട്. പക്ഷെ അവർ കാണിച്ച ചെറിയൊരു അബദ്ധം, ഇയാളെ സൈനിക മേധാവി ആക്കരുത് എന്ന് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നതാണ്. ഇപ്പോഴത്തെ സൈനിക മേധാവി ഇയാൾ ചൈനയോട് ഒരു അടുപ്പം പുലർത്തുന്ന ഒരാളാണ്, ഇയാൾ ആക്കരുതെന്ന് പറഞ്ഞിട്ട് അവരത് അനുസരിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ആ ചൈനയുടെ ഒരു അദൃശ്യ കരങ്ങൾ അവിടെ കാണും. ചൈനയുടെ അദൃശ്യ, കാരണം ഇന്ത്യയും ഇവരും തമ്മിലുള്ള ബന്ധം അവർക്കൊരു പ്രശ്നമാണ്. കാരണം ഇതിപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണമാണ്. അതായത് പാകിസ്ഥാൻ്റെ പിന്തുണയോടെ ആണ് ഇനി ഇവിടെ ഭരണം നടക്കാൻ പോകുന്നത്, ചൈനയുടെ പിന്തുണയുണ്ട്, ഉറപ്പാണല്ലോ അത്. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തത്, നമുക്ക് മേഘാലയയിലോ അല്ലെങ്കിൽ ത്രിപുരയിലോ അല്ലെങ്കിൽ മറ്റേ നാഗാലാൻഡിലോ ഒക്കെ പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ ബംഗ്ലാദേശിൽ പോകുന്നതാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പോൾ ആ ബംഗ്ലാദേശിൽ നമ്മുടെ സ്വാധീനം ഇല്ലെങ്കിൽ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ വലിയ തോതിലുള്ള ഭീകരപ്രവർത്തനം നടക്കും. പാകിസ്ഥാൻ വളരെ എളുപ്പമാണ്, ചൈനയും കൂടും എളുപ്പമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ബംഗ്ലാദേശി ജനങ്ങളെക്കാട്ടിലും ഇത് തിരിച്ചടിയാവുന്നത് ഇന്ത്യക്കാണ്. ഈ ഒരു വല്ലാത്ത ഭരണാസ്ഥിരത. മാത്രമല്ല നമ്മൾ 2 സർക്കാരുകൾ തമ്മിൽ ഒരുപാട് കരാറുകളൊക്കെ പെട്ടിട്ടുണ്ട് നിലവിൽ. അല്ല, കരാറുകൾ അവിടെ നിൽക്കട്ടെ. ഏറ്റവും വലിയ പ്രശ്നം കരാറല്ല, ഈ പ്രശ്നമാണ് തീവ്രവാദികൾ നുഴഞ്ഞു കയറാനുള്ള സാധ്യത. സുരക്ഷാബാധി നമുക്കിപ്പോൾ തന്നെ മലേഷ്യയായിട്ട് നല്ല ബന്ധമല്ല, മാൽഡീവ്സുമായിട്ട് നല്ല ബന്ധമല്ല, ശ്രീലങ്കയുടെ കാര്യം അവർക്ക് നിവർത്തികാരുകൊണ്ട് നമ്മൾ സ്നേഹം കാണിക്കുന്നതാണ്. അവരെ വീണ്ടും പഴയ സ്വഭാവം. അപ്പം ഈ ചുറ്റിനും ഇങ്ങനെ ഒരു ശത്രു താവളം വളർന്നു വരുന്നത് ഇന്ത്യക്ക് ഭയങ്കര ദോഷമാണ്. തീർച്ചയായും. അപ്പം ഈ സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് ഏറ്റവും അപകടമുണ്ടാക്കുന്ന, ഞാനത് ഈ ഒരു വിഷയം മറ്റേതുപോലെ തന്നെ അവിടെ മുസ്ലിം വിരോധമായ ഒരു സംഭവമാണെങ്കിൽ ഇവിടെ മുസ്ലിം പൊളിറ്റിക്സിൻ്റെ ഭാഗമായ ഒരു യുദ്ധമാണ് നടന്നിരിക്കുന്നത്. തീർച്ചയായും ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് അവരെ നിരോധിക്കുക, അവരുടെ നേതാക്കളൊക്കെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ അറസ്റ്റ് ചെയ്യുക ചെയ്തപ്പോൾ ഉള്ള ഒരു അതിൻ്റെ തിരിച്ചടി തന്നെയാണ്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ മീഡിയയോട് മാധ്യമം നോക്കുക. ഞാൻ പറഞ്ഞ നമ്മുടെ രാജ്യം ഏറ്റവും അധികം ദുഃഖിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതെ, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയെ ഓടിച്ചു വിടുമ്പോൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുത്ത രാജ്യം ഓടിച്ചു വിടുമ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ, മതേതരത്തിൽ വിശ്വസിക്കുന്നവർ ദുഃഖിക്കണം. എന്നിട്ട് മീഡിയ ഒരു മാധ്യമത്തിനൊക്കെ വല്ലാത്ത ആഹ്ലാദമാണ്. ഇന്നിപ്പോൾ ഞാൻ ആ മീഡിയ മാധ്യമം എടുത്തു നോക്കിയപ്പോൾ ഇവരുടെ ദുഷ്പ്രവർത്തികളെക്കുറിച്ചും, അതായത് ബംഗ്ലാദേശ് ഒരു സ്വാതന്ത്ര്യ സമരം വിജയിച്ചു എന്ന തരത്തിലാണ് ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇവർ സ്വേച്ഛാധിപതിയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. സ്വേച്ഛാധിപതി പോട്ടെ, അവരുടെ ഇച്ചിരി ഇപ്പം അധികാരം ഒരുപാട് കാലം ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഷിപ്പ് ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയെ പോലെ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയായിരിക്കുമ്പോൾ അതിൽ ആഘോഷം കണ്ടെത്താൻ ഈ മീഡിയ വണിനും മാധ്യമത്തിനും കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്സ് നമുക്ക് വല്ലാത്ത ദോഷം ചെയ്യും. എന്തായാലും ബംഗ്ലാദേശിലെ സംഭവവാസങ്ങൾ ഇന്ത്യ വളരെ ജാഗ്രതയോടെ കാണും. പക്ഷേ ഇന്ത്യ ഇതുവരെ ഔദ്യോഗിക അഭിപ്രായം പറഞ്ഞിട്ടില്ല.
എന്താ അവർ ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞത് ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞത്, ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര വിഷയമാണെന്ന് പറഞ്ഞത് അല്ലേ? അതെ, നമ്മൾ നിലപാട് എടുത്തിട്ടില്ല ഇക്കാര്യത്തിൽ. മാത്രമല്ല ഇപ്പം എന്തായാലും അവരെ നമ്മൾ സംരക്ഷിച്ചല്ലോ, ഇറങ്ങിയ ആളിനെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും നമ്മൾ എല്ലാ സംരക്ഷണവും കൊടുത്തവരെ, നമ്മുടെ ഹിൻഡൻ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർഫോഴ്സിന് ഏറ്റവും സുശക്തമായ എല്ലാ സംവിധാനമുള്ള സ്ഥലമാണ്. അവിടെ തന്നെ അവരെ പാർപ്പിച്ചു എന്നുള്ളതൊക്കെ തന്നെ ഇന്ത്യ അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. എന്തായാലും ബംഗ്ലാദേശിലെ ജനങ്ങൾ, ബംഗ്ലാദേശ് പെട്ടെന്ന് വളർന്നായിരുന്നു, സാമ്പത്തികമായി വളർന്നായിരുന്നു, വളരെ വളർന്നു, സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിരുന്നു. ബംഗ്ലാദേശിന് ഒരുപാട് മറ്റേ ഈ പറയുന്ന മതഭീകരത ഒന്നും അവിടെ ഇല്ല. പല തുറമുഖങ്ങളുടെ വളർച്ചയ്ക്ക് ഇന്ത്യ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അല്ല, പാകിസ്ഥാന് ഗതികേട് ബംഗ്ലാദേശിൽ ഇല്ല, ഗതികേടില്ല അവിടെ. ആ ഒരു മെച്ചപ്പെട്ട രാജ്യത്തിന് ഇപ്പോഴും ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ത്യ വളരെ കരുതലോടും ജാഗ്രതയോടെ പെരുമാറും. ചൈനയുടെ വല്ലാത്ത ഇടപെടൽ ഉണ്ടാകുന്നത് ലോങ് ടേമിൽ നമുക്ക് ദോഷം ചെയ്യും. എന്തായാലും ജനാധിപത്യം ഒരു കാര്യത്തിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ ചർച്ച. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണെന്നതിൽ അഭിമാനിക്കണം. തീർച്ചയായും ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ ഒന്നും നടക്കത്തില്ല. ആകെ നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരാൾ ഇന്ദിരാഗാന്ധിയാണ്. അതിന് ജനങ്ങൾ ഒന്നാന്തരം തിരിച്ചടി കൊടുത്തു. വലിയ തിരിച്ചടിയില്ലേ അവർക്ക്, വലിയ തിരിച്ചടി, ചിന്തിക്കാൻ വയ്യ തിരിച്ചടി കൊടുത്തു. പക്ഷേ ഇന്ത്യക്കാർ എന്തെല്ലാം വന്നാലും നമ്മൾ 47 സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ നമ്മൾ പടിപടിയായി വളരുന്നു, സാമ്പത്തിക മേഖല വളരുന്നു, ലോകരാജ്യങ്ങളിൽ സ്വാധീനമുണ്ടാക്കുന്നു, ആളുകളുടെ പട്ടിണി മാറുന്നു, നമ്മൾ വളർന്ന് നമ്മൾ ജനാധിപത്യം ശക്തിപ്പെടുന്നു. ഒരിക്കൽ പോലും നമ്മുടെ പട്ടാളം ഈ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഒരിക്കൽ പോലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ആവശ്യമില്ല. അപ്പോൾ ഇപ്പം ഇവിടെ പാകിസ്ഥാനിലൊക്കെ ഇത്തരം പരിപാടി അല്ലെ, പാകിസ്ഥാനിലും പാകിസ്ഥാനിൽ പിന്നെയും സുപ്രീം കോടതി ഭേദം തോന്നുന്നല്ലേ? സുപ്രീം കോടതി ഉണ്ട്. പാകിസ്ഥാനിൽ നമ്മുടെ ഇമ്രാൻഖാൻ അനുകൂലമായ കോടതി പല വിധിയും പറഞ്ഞു, അയാളെ ഇവിടെ ജയിലിട്ട്. അവിടെ എല്ലാവരും ജയിലിൽ കിടക്കേണ്ട രാജ്യത്തിലൊക്കെ, അതാണ് എന്റെ തമാശ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ട് ബംഗ്ലാദേശിൽ മറ്റേ ഈ ഖാലിദാസിയ എത്രയോ കാലോട് ജയിലില്ല. അതെ, ഇതൊന്നും ഇന്ത്യയിലില്ല. അതുകൊണ്ട് എന്തെല്ലാം പറഞ്ഞാലും ഇന്ത്യക്കാരെന്നില്ല നമുക്ക് അഭിമാനിക്കാം. നമുക്കൊന്നുമല്ല ഈ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ടേ പരസ്യമായി പിണറായി വിജയൻ മുതൽ മോദി വരെയുള്ളവർ വിമർശിക്കാൻ പറ്റുന്നുണ്ട്. വേറെ ഇവിടെ വല്ലായിരുന്നു നമുക്ക് നടക്കുമായിരുന്നു. തീർച്ചയായും നമ്മൾ അയൽ രാജ്യമായ ശ്രീലങ്കയെ പോലും നടക്കത്തില്ല, അമേരിക്കയെ പോലും ബുദ്ധിമുട്ടാണ്. അപ്പം 2 രാജ്യങ്ങളിൽ കലാപം നടക്കുന്നു. ഒന്ന് ബ്രിട്ടനിലെ കലാപം മലയാളികൾ വളരെ ജാഗ്രതയോടെ കാണേണ്ടതാണ്. ആ മുസ്ലിം വിരുദ്ധ കലാപം, കുടിയേറ്റ വിരുദ്ധ കലാപം മാറിക്കൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശ് നമ്മുടെ അയൽ രാജ്യമാണ്. അത് നമ്മുടെ രാജ്യത്തിന് വലിയൊരു ക്ഷീണം വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ വരെ സാധ്യതയുള്ള, അപ്പോൾ എനിക്കൊന്നും അതിന് മുമ്പ് പലതവണ അവിടെ പട്ടാള ഭരണം നടന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. 75 മുജിബുർ റഹ്മാനെയും കുടുംബത്തെയും വധിച്ചുകൊണ്ട് പട്ടാളം പിടിച്ചിട്ട് 90 വരെ 91 വരെ അവരായിരുന്നു. എന്തായാലും ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പരീക്ഷണ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്നു. ആധുനിക കാലത്ത് നമ്മുടെ അയൽപക്കത്ത് നടക്കുന്നതാണ്. ഇതിനെല്ലാം അതിജീവിക്കും സ്വാതന്ത്ര്യം, ജനാധിപത്യം, മനുഷ്യത്വം ഇതിനെ അതിജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.